ഈ പകൽ കേരളം ചർച്ച ചെയ്ത ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസും കോഴിക്കോട് യുവതി ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവും ഷാജൻ സ്കറിയെ മർദ്ദിച്ച പ്രതികൾ ബംഗളൂരുവിൽ പിടിയിലായ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗികാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. അതിനിടെ ഗർഭചിത്രം നടത്തിയ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു, മൊഴിയെടുപ്പാണ്. അതോടൊപ്പം ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകർ ഈ യുവതിയെ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം പുറത്തു വരുന്നു. ഇതാരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അവരെ കേന്ദ്രീകരിച്ചുള്ള, അതായത് ഈ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളും ഉണ്ടാകുമോ? അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. അതായത് ഗർഭചിത്രം നടത്തിയ യുവതിയെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കം 3 മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം ആ ദിശയിലേക്ക് കൂടി നീളാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും ഉണ്ടാകുക. അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഇടപെട്ടതാണോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങനെയൊരു ഇടപെടൽ മാധ്യമപ്രവർത്തകരെ കരുവാക്കിക്കൊണ്ട് നടത്തിയിട്ടുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നീളും. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പണം കൈമാറാനുള്ള നീക്കം നടന്നിട്ടുണ്ടോ എന്ന ദിശയിലേക്ക് കൂടി അന്വേഷണം നടക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് 2 പേരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് 2 പേരും ഇരകളോ അല്ലെങ്കിൽ ഇരകളുമായി ബന്ധമുള്ളവരോ ഒന്നുമല്ല. മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകിയ 2 പേരുടെ മൊഴിയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. അതിന് കാരണം നേരിട്ട് നിയമപരമായ ഒരു പരാതികളും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ പരാതിക്കാരിലേക്ക് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവതികളിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായൊരു നിയമപരമായ ബേസ് ഉണ്ടാകണം. ആ ബേസ് ലഭിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് 2 പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവർക്കും സന്ദേഹമുണ്ട്. എന്തായാലും ഇന്ന് അവർ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ പരാമർശിച്ചിരിക്കുന്ന ഇരകളാക്കപ്പെട്ടവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഇത് കൃത്യമായി ഈ ഒരു അന്വേഷണം എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച ഒരു കൂടിയാലോചന കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് മേധാവി ADG PH വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക, അതിനുശേഷം ഇരകളിലേക്ക് എത്തുക എന്ന ഒരു സ്ട്രാറ്റജി അവർ ഫോം ചെയ്തത്. അതിൽ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയിൽ കൃത്യമായി വെളിപ്പെടുത്തലുകളുമായി രംഗത്ത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം 10-ലധികം പരാതികൾ പോലീസിനും ബാലാവകാശ കമ്മീഷനുമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ നിലവിൽ ഈ പരാതിക്കാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ ആരോപണം ഉന്നയിച്ച റിനിയാൻ ജോർജ്, അവന്തിക തുടങ്ങിയവർക്ക് അവരുടെ മൊഴിയെടുക്കാനുള്ള നീക്കം ഉണ്ടാകുമോ? അതോടൊപ്പം അറിയേണ്ടത്, ഇവിടെ ആരോപണ വിധേയനായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഈ പരാതിക്കാരുടെയും അതോടൊപ്പം ഇരകളായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ആ യുവതികളുടെയും മൊഴിയെടുക്കൽ നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുക? അതായത് ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു, ഒരു പരിധിവരെ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് ഈ വെളിപ്പെടുത്തലുകളുമായി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയ 3 പേരാണുള്ളത്. അതിൽ ആദ്യത്തെ വ്യക്തി റിനിയാനാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി കേരളത്തിൻ്റെ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു കോളിളക്കം ഉണ്ടാക്കിയിരിക്കില്ല. അങ്ങനെയൊരു വെളിപ്പെടുത്തലുമായി ആദ്യം രംഗത്തെത്തുന്നത്. ആ റിനിയാൻ്റെ മൊഴി ആദ്യം രേഖപ്പെടുത്തും. റിനിയുടെ പക്കൽ ചില ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. അത് കൃത്യമായി അന്വേഷണ സംഘത്തിന് കൈമാറുമോ എന്ന കാര്യത്തിൽ അടക്കം ഒരു വ്യക്തത റിനിയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ടാകും.
അതിന് പുറമെ ആയിരിക്കും അവന്തിക, ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയുടെ മൊഴി രേഖപ്പെടുത്തുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു ഡിഫൻസ് തീർക്കാൻ ശ്രമിച്ചത് അവന്തികയുടെ കാര്യത്തിൽ മാത്രമായിരുന്നു. അവന്തികയും നമ്മളും നമ്മുടെ വാർത്താ ചാനലും ചേർന്നൊരു ഗൂഢാലോചന നടത്തി എന്നൊരു ഡിഫൻസ് നടത്താനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ശ്രമിച്ചത്. പക്ഷേ അത് അല്പസമയത്തിനകം തന്നെ അവന്തിക തന്നെ അത് കൃത്യമായി നിരാകരിച്ചുകൊണ്ട് താൻ പേടിച്ചിട്ടാണ് അന്ന് ഈ കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് രാഹുൽ കൈമാറിയിരിക്കുന്ന മെസ്സേജുകളുടെയും അതോടൊപ്പം വിളിച്ചിരിക്കുന്ന കോൾ റെക്കോർഡുകളുടെയും ഒക്കെ വിശദാംശങ്ങളടക്കം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു രാഹുലിനെതിരായ നിലപാടിൽ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അവന്തിക വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അവന്തികയിലേക്കും അന്വേഷണ സംഘം എത്തും. അതിനുശേഷം ഹണി ഭാസ്കറിലേക്ക് എത്തും. ഈ 3 പേരുടെ മൊഴി എടുത്തതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ ഗർഭചിത്രം നടത്തിയിരിക്കുന്ന യുവതിയുടെ സാവകാശം തേടും. അവരുടെ മൊഴിയെടുക്കുന്നതിനുള്ള സമയം തേടും. അവർ അതിന് സമയം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും നൽകുന്ന മൊഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മാറുകയും ചെയ്താൽ പിന്നീട് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധമൊന്നും മതിയാവില്ല രാഹുലിന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം അത് നിയമക്കുരുക്കായി തന്നെ മാറും. അവിടെ ഏത് തരത്തിലായിരിക്കും ഈ യുവതികൾ ഇനി മൊഴി നൽകുക എന്നതാണ് നിർണായകമായി മാറാൻ പോകുന്നത്. ഈ മൊഴി നൽകാൻ ഒരുങ്ങുന്ന യുവതികളെ സ്വാധീനിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നു എന്ന വെളിപ്പെടുത്തലുമായാണ് ഇന്നലെ മറ്റൊരു മാധ്യമപ്രവർത്തകർ തന്നെ രംഗത്തെത്തിയത്. അതും വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ദിശയിലേക്ക് കൂടി, അതായത് ഇരകളെ സ്വാധീനിക്കാനുള്ള ശ്രമം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിലേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നീളുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ അതുതന്നെയാണ് ഏറെ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കാരണം ഈ മാധ്യമ പ്രവർത്തകയെ സ്വാധീനിക്കാൻ വേണ്ടി, അതായത് ഈ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതിയെ സ്വാധീനിക്കാൻ വേണ്ടി 3 മാധ്യമ പ്രവർത്തകർ സമീപിച്ചു എന്ന് പറയുന്നു. അതിൽ കഴിഞ്ഞ ദിവസം നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. താൻ ആ അതിജീവിതയെ പോയി കണ്ടു, അവരിപ്പോഴും അതിൻ്റെ നടുക്കത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്ന രീതിയിലുള്ള ആ യുവതി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. അതൊരു സ്വാധീനത്തിൻ്റെ പേരിൽ സ്വാധീനിക്കാൻ വേണ്ടി പോയതായി അതിലൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടി പോയതായിട്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇത് സ്വാധീനിക്കാൻ പോയി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണോ, അതോ ആ രീതിയിൽ സ്വാധീനിച്ചു എന്ന് ആ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മൊഴിയോ മറ്റോ വിവരങ്ങളോ പുറത്ത് വന്നിട്ടുണ്ടോ ഡാൻ? അങ്ങനെ ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നതോടെയാണ് അവർ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ സമൂഹ മാധ്യമത്തിൽ അവരുടെ പോസ്റ്റ് ഇടുകയും അതിനുശേഷം ഓൺ ക്യാമറയിൽ നിന്ന് തന്നെ എന്താണ് ആ യുവതിയെ കണ്ട് അവരോട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് ഓൺ ക്യാമറയ്ക്ക് മുമ്പിൽ അവർ തന്നെ അത് വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് അവരെ തേജോവധം ചെയ്യാനുള്ളൊരു നീക്കം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണ്, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, ഈ പൊതുസമൂഹം അവരെ തിരിച്ചറിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനസികാഘാതം എത്രമാത്രം വലുതായിരിക്കും. ഇങ്ങനെ വലിയ ആശങ്കകൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന ഇരയായ യുവതി ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന ഒരു മാനസികാവസ്ഥയിൽ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമാക്കിയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നാലെയാണ് ഇത് വീണ്ടും വലിയ തരത്തിൽ ചർച്ചയായി മാറുന്നതും അങ്ങനെ ഇരയില്ല എന്ന തരത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രചാരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ഇവരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും ഒടുവിൽ അന്വേഷണ സംഘം അതുമായി കേന്ദ്രീകരിച്ചുൾപ്പെടെ അന്വേഷണം നടത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഡാൻ, അങ്ങനെയെങ്കിൽ ഇതുവരെയും ആ യുവതി പോലീസിനെ സമീപിച്ചിട്ടില്ല, പരാതി നൽകിയിട്ടില്ല. ഈ നിരവധി യുവതികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന് പറയുമ്പോഴും ഒരാൾ പോലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഡാൻ? അത് കൃത്യമായ സൂചനകൾ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിലേക്ക് എത്താനായി ഉള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘം ആരംഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇരയെ സ്വാധീനിക്കാൻ 3 വനിതാ മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചു എന്ന ഒരു സൂചന അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ
അവരുടെ മൊബൈൽ ഫോണുകളടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതോടൊപ്പം കോൾ ഡേറ്റ റെക്കോർഡുകൾ CDR കൂടി പരിശോധിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. അങ്ങനെ എപ്പോഴാണ് വിളിച്ചിരിക്കുന്നത്, എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീളുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്ന നിഗമനത്തിലാണ് അത്തരമൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും അങ്ങനെ വിശദമായി ഇരകളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഈ കേസിൽ നിലവിൽ MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴിയെടുക്കാനുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയെന്നാണ് സൂചന. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് യുവതി ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ അത്തോളി സ്വദേശിനിയായ ബിഫാം വിദ്യാർത്ഥിനി ആയിഷയാണ് എരഞ്ഞിപ്പാലത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ